ഭരതനാട്യത്തിൽ ഒരേ വേദിയിൽ അധ്യാപികയും മകളും അരങ്ങേറ്റം കുറിച്ചത് ശ്രദ്ധേയമായി. പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പ്രിയദർശിനിയും മകൾ അവന്തികയുമാണ് മാന്നാർ തൃക്കുരുട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇതിൽ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. പ്രിയദർശിനിയും മകളും നൃത്തം അഭ്യസിപ്പിച്ചത് പ്രിയദർശിനിയുടെ വിദ്യാർത്ഥിനിയായിരുന്ന അർച്ചന അനിൽകുമാറാണ്. ശിഷ്യ പകർന്നു നൽകിയ നൃത്തച്ചുവടുകളിലൂടെ അധ്യാപികയായ അമ്മയും മകളും ഒരേ വേദിയിൽ അരങ്ങേറ്റം കുറിച്ചത് ശ്രദ്ധേയമായി. മാന്നാർ പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പ്രിയദർശിനിയും മകൾ മാവേലിക്കര ശ്രീ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയുമാണ് മാന്നാർ തൃക്കുരുട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയായ ഡോക്ടർ പ്രിയദർശിനിയുടെ ശിഷ്യ അർച്ചന അനിൽകുമാറിൽ നിന്നുമാണ് പ്രിയദർശിനിയും മകളും നൃത്തം അഭ്യസിച്ചത്. ആർഎൽവി മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് ഗവൺമെന്റ് കോളേജിലെ 3ാം വർഷ ഭരതനാട്യ ബിരുദ വിദ്യാർത്ഥിനിയും ദേവസ്വം ബോർഡ് പമ്പ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിനിയുമാണ് അർച്ചന അനിൽകുമാർ. 9 വർഷമായി കടപ്രയിൽ നവഗ്രഹ നൃത്ത കലാക്ഷേത്ര നടത്തിവരുന്ന അർച്ചന അനിൽകുമാർ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. നിരവധി സ്കൂൾ, കോളേജ്, സർവകലാശാല സഹോദയ മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ ഗുരുനാഥ ഡോക്ടർ പ്രിയദർശിനി ടീച്ചർ, DB പമ്പ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആണ് എൻ്റെ ഗുരുനാഥ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ ടീച്ചറിൻ്റെ അരങ്ങേറ്റമാണ്. അതിൽ എനിക്ക് ടീച്ചറിനെ പഠിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ടീച്ചർ ഇന്ന് ഇത്രയും ഒരു ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കാരണം ടീച്ചറിൻ്റെ ആ ഒരു സ്ഥിരോത്സാഹം ഇവിടം വരെ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം എന്താ വെച്ചാൽ പലരും നൃത്തം അഭ്യസിക്കാൻ വന്നിട്ട് പാതി വഴിയിൽ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അരങ്ങേറ്റം വരെ ആരും അങ്ങനെ നിൽക്കാറില്ല. അപ്പം ഇത് ശരിക്കും മറ്റുള്ളവർക്കും പ്രായമുള്ളവർക്കും ഒരു പ്രചോദനമാണ് ടീച്ചറിനെ പോലുള്ളവർ. കാരണം കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നു, വീട്ടിലെ തിരക്ക്, അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി എല്ലാ ക്ലാസ്സിനും വന്ന് അറ്റൻഡ് ചെയ്ത് പഠിച്ചെടുക്കുക എന്ന് അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ടീച്ചറിൻ്റെ അരങ്ങേറ്റമാണ്. ചെറുപ്പകാലത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന അഭിലാഷം തൻ്റെ ശിഷ്യയിലൂടെ ഭരതനാട്യം ഗുരുവായ അർച്ചനയിലൂടെ സ്വന്തം മകൾക്കൊപ്പം സാധിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഡോക്ടർ പ്രിയദർശിനി. മോളെ പഠിപ്പിക്കാന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചെറുപ്പകാലത്ത് കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, അതിനൊരു അവസരം കിട്ടിയില്ല. പക്ഷേ മോളെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവിട്ടപ്പോൾ എൻ്റെ ശിഷ്യയായിട്ടുള്ള അർച്ചന എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇത് ഷെയർ ചെയ്തപ്പോഴത്തേക്കും പുള്ളിയും പറഞ്ഞു, നീ കുറച്ച് പഠിച്ചിട്ടുള്ളതല്ലേ, കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഇതിപ്പോൾ അരങ്ങേറ്റത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മകളോടൊപ്പം തന്നെ, മകൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളോടൊപ്പം തന്നെ അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മക്കളിലൂടെ സാധിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിന് ഏജ് ഒരു ബാരിയർ അല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു പ്രചോദനം ആകട്ടെ. ഏതെങ്കിലും മാതാപിതാക്കൾ ഇതുപോലെ അവരുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊരു അവസരമായിട്ട് എടുക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ. അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനും ഈ ഒരു ജീവിതം നമ്മൾ ഉപയുക്തമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ശിഷ്യ തന്നെയായിട്ടുള്ള BA എക്കണോമിക്സ് പമ്പ കോളേജിലെ
ബി എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അർച്ചനയാണ്. അർച്ചന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ നർത്തകിയാണ്. അപ്പോൾ അർച്ചനയുടെ ഒരു പിന്നെ എന്താണ് ഒരു അപ്രോച്ച് അതാണ് എന്നെ ഇത്രയും വരെ എത്തിച്ചത്. കാരണം എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്പും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അർച്ചനയ്ക്ക്. അപ്പോൾ അതെനിക്ക് വളരെയധികം പ്രചോദനമായി എന്നുള്ളതാണ്. പിന്നെ മോളെപ്പോഴും സപ്പോർട്ടാണ്. കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിലെ അധ്യാപകൻ സന്തോഷാണ് പ്രിയദർശിനിയുടെ ഭർത്താവ്. CDNet ന്യൂസ്, മാന്നാർ.